പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം മുറുകി നിൽക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു വിഭാഗം ദേശഭക്തി മുഖത്തിട്ടോ അതോ മുസ്ലിം വിരോധം നോക്കിയിട്ടോ ഇറാനെതിരെ നിൽക്കുന്നതായിട്ടും ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന അഥവാ ഇന്ത്യ തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന അമേരിക്കയോടൊപ്പവും അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന ഒരു നില കാണുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ ഇന്ത്യക്കാർ ആരുമായിട്ടാണ് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പരിശോധിക്കുന്നത്. ദയവായി ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം ഒന്ന് പറയുക. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഒരു താല്പര്യമുണ്ട്. നമ്മൾ ആരൊപ്പം നിൽക്കണം, ആരാണ് നമ്മുടെ സഹോദരങ്ങൾ എന്ന്. യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരും ഇറാനികളുമാണ്. ഇവർ രണ്ടുമാണ് സഹോദരങ്ങൾ. ഇവർ വെറും ഒരു അയൽപക്ക ബന്ധമല്ല നമ്മൾ അങ്ങനെ കരുതിയേക്കുന്നത്. ഒരു രാജ്യം അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാൻ കഴിഞ്ഞാൽ പിന്നെ ഇറാൻ, ആ രണ്ട് അയൽപക്കം രാജ്യം എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയല്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വലിയ സമൂഹമായി, ഒരു കുടുംബമായി കഴിഞ്ഞിരുന്ന ഒരു വിഭാഗത്തിന്റെ രണ്ട് ചേരികളാണ് ഇന്ത്യക്കാരും ഇറാനികളും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനികൾ അറബികളല്ല, അറബികളുടെ കൂട്ടത്തിൽ പെടുത്തവും വേണ്ട. അവർ ഒരിക്കലും അറബികളല്ല, അറബികളാണ് എന്ന ധാരണയിലാണ് ഇവിടെ പലരും സംസാരിക്കുന്നത്. ഇറാനികൾ ഒരിക്കലും അറബികളല്ല, അവർ ആര്യന്മാരാണ്. വംശപരമായിട്ടും ഭാഷാപരമായിട്ടും ഇത് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നും ഈ വർത്തമാന കാലത്തിനും അതിന് തെളിവുകളുണ്ട്. പക്ഷെ നമ്മൾ എല്ലാം മറ്റേ വിഷമൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് പഠിക്കണമെന്ന് മാത്രം. നമ്മുടെ വടക്കേ ഇന്ത്യയില് ഒരുപാട് ഗോത്ര വിഭാഗങ്ങളുണ്ട്. ആ ഗോത്ര വിഭാഗങ്ങൾക്ക് മറ്റു പലരോടും ചായ്വുമുണ്ട്. ഉദാഹരണത്തിന് കുക്കി മേത്തി വിഭാഗങ്ങളുണ്ടല്ലോ മണിപ്പൂരിൽ, അതിൽ കുക്കികൾ ഇസ്രായേലിനോട് ചായവുള്ള ആൾക്കാരായി നിൽക്കുന്നത് പോലെ അവർ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടല്ല നിൽക്കുന്നത്, ഇന്ത്യയോട് കൂറുമല്ല. അവർക്കൊരു ഒരു ചായവുണ്ട്, ഓരോ രീതിയുണ്ട്. ഇപ്പോ സിഖ് ഭീകർ നമുക്കറിയാലോ, കാനഡയിൽ നടന്ന സംഭവങ്ങളൊക്കെ. ആ സിഖ് ഭീകർ ഇന്ത്യയിൽ താമസിക്കുന്നവർ ഇന്ത്യക്കാരോടാണോ കൂറ്? അല്ല, അവർ ഇന്ത്യ വിരുദ്ധരാണ്. അവർക്ക് വേറെ രാജ്യം വേണം എന്ന്, ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം വേണമെന്ന് വാദിക്കുന്നവരാ. അപ്പൊ അത്തരത്തിലുള്ള വിഘടനവാദികൾ ധാരാളം ഇവിടെ ഉണ്ട്. പക്ഷെ അവരെ പോലെ അല്ല ഇറാനും ഇന്ത്യയും എന്ന് പറയുന്നത്. ഇറാൻ ഒരിക്കലും ഇന്ത്യയെ മാറ്റി നിർത്തണമെന്നോ ഇന്ത്യ ഒരിക്കലും ഇറാനെ മാറ്റി നിർത്തണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല. രണ്ട് കുടുംബങ്ങളാണ്. അവർ ഒരുമിക്കാനായി പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിന് ചില തൽപര കക്ഷികൾ എതിര് നിൽക്കുന്നു. അത് തെറ്റിദ്ധരിച്ചിട്ടാണോ അല്ലയോ എന്നറിയാൻ വയ്യ. 10,000-4000 വർഷം മുമ്പ് മധ്യേഷ്യയിൽ ഒരുമിച്ച് കഴിഞ്ഞിരുന്നവരാണ് ഈ ഇൻഡോ ഇറാനിയൻ ആര്യന്മാരെന്ന് പറയുന്നത്. ആര്യന്മാരാണ്. നമുക്ക് ആര്യ സംസ്കാരമുണ്ട്. ആര്യ ദ്രാവിഡ സംസ്കാരമാണ്. ദ്രാവിഡ സംസ്കാരം കുറച്ച് പഴയതാണ്. ആര്യന്മാർ പിന്നെ വന്നവരാണ്. ഈ ആര്യന്മാരാണ് ഈ പറഞ്ഞ ഇറാനിൽ താമസിക്കുന്നവരുടെ മറ്റൊരു കൂട്ടർ. അതായത് ഈ മധ്യേഷ്യയിൽ നിന്ന് ഒരു കൂട്ടർ തെക്കോട്ട് നീങ്ങിയിട്ട് ഇറാനിലേക്ക് പോയപ്പോൾ ഒരു കൂട്ടർ ഹിന്ദുക്കുഷ് പർവ്വതം നിരയും കടന്ന് ഇപ്പുറത്ത് സിന്ധു നദീതട സംസ്കാരം ഉണ്ടാക്കി, ആര്യന്മാർ ഇവിടെ ഒരു സംസ്കാരം ഉണ്ടാക്കി ഇവിടെ കൂടി. അതായത് ഇറാനികളും ഇന്ത്യക്കാരും ഒരല്പം പിന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സഹോദരന്മാരാണ്, ഒരു കുടുംബക്കാരാണ് എന്നർത്ഥം. ഭാഷാപരമായിട്ടുള്ള ഒരു സാമ്യത നമുക്ക് നോക്കാം. നമ്മൾ മലയാളത്തിൽ പറയില്ലേ മാതാ പിത എന്ന് പറയില്ലേ, സംസ്കൃതത്തിൽ ഇതിനെ പറയുന്നത് മാതൃ പിതൃ എന്നൊക്കെയാണല്ലോ. ഈ മാതൃ എന്നതിനെ സംസ്കൃതത്തിൽ മാതൃ എന്ന് പറയുമ്പോൾ മാതർ എന്നാണ് പേർഷ്യയിൽ പറയുന്നത്. മാതർ രണ്ടും സെയിം അല്ലേ? അതുപോലെ പിതൃ എന്നതിന് പിതർ. ഇങ്ങനെ ഒരുപാട് സാമ്യതകളുണ്ട്. നാമം എന്ന് സംസ്കൃതത്തിൽ പറയുമ്പോൾ നാം എന്നാണ് പേർഷ്യൻ പറയുന്നത്. അങ്ങനെ ഒരുപാട് ഭാഷാപരമായിട്ടുള്ള ഒരു ഏകത നമുക്കതിൽ കാണാൻ പറ്റും. വിചിത്രമായ മറ്റൊരു സാമ്യത ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പൊ ഋഗ്വേദം നമ്മുടെ 4 വേദങ്ങളിൽ പ്രധാനപ്പെട്ട വേദമാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. ആ ഋഗ്വേദവും അവൈസ്ത എന്ന പേർഷ്യൻ പുരാതന വേദവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. പക്ഷെ ഒന്ന് തെക്കോട്ടും ഒന്ന് മറ്റൊരു ദേശത്തേക്ക് സഞ്ചരിച്ചപ്പോ ഈ വാക്കുകൾ പരസ്പരം മാറിപ്പോയി. ദേവൻ അസുരൻ, അങ്ങനെയാണല്ലോ നമ്മളിവിടെ ദൈവത്തെ ദേവനെന്നും അസുരനെ അസുരനെന്നും ആണല്ലോ വിളിക്കുക. ഓപ്പോസിറ്റിനെ അസുരൻ എന്നാണ് വിളിക്കുക. ഇത് അവിടെ എത്തിയപ്പോൾ നേരെ തിരിഞ്ഞുപോയി. ദേവൻ ഇട്ട പേര് അഹുരൻ എന്നായിപ്പോയി. ഈ കൊണ്ടുപോയവരുടെ കുഴപ്പമായിരിക്കും. അന്ന് ഇന്നലെ വാമൊഴിയാണല്ലോ, രേഖകളൊന്നും കൊണ്ടുപോയിക്കൊള്ളണമെന്നില്ലല്ലോ. ഏതായാലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ദേവനെ അവർ അഹുരൻ എന്നും അസുരനെ അവർ ദേവനെന്നും വിളിച്ചു. ഇങ്ങനെ ഒരു വ്യത്യാസം വന്നു. 2 പദങ്ങൾ പരസ്പരം മാറിപ്പോയി. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയൊക്കെ ശരി തന്നെ. ഇപ്പോ വേദകാലത്ത് സോമം അറിയാലോ, സോമം എന്നൊരു വാക്കുണ്ട്, ഒരു സാധനമുണ്ട്. ഒന്ന് ഡിക്ഷണറി ഒന്ന് തെരഞ്ഞുള്ളി കിട്ടും. ആ സോമത്തെ പേർഷ്യക്കാർ ഹോമം എന്നാ വിളിച്ചിരുന്നത്. അതുപോലെ പുരാതന ആര്യന്മാരുടെ അഗ്നി ആരാധന, പേർഷ്യക്കാർക്കും അതേ അഗ്നി ആരാധനയുണ്ട്. പഴയ കാലത്ത് 10,000-4000 കൊല്ലം മുമ്പുള്ള കഥയാണ് പറയുന്നത്. അതായത് അതിബൃഹത്തായ ഒരു ഒരു സംസ്കാരത്തിന്റെ ഉത്കൃഷ്ടമായ ഒരു സംസ്കാരത്തിന്റെ 2 പതിപ്പുകളാണ്. ഒന്ന് ഇറാനികളും അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യക്കാരും എന്ന് പറയുന്നത്, ആര്യന്മാരെന്ന് പറയുന്നത്. ഈ ആര്യൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ മാന്യമായ, ഉത്കൃഷ്ടമായ എന്നൊക്കെയാണ്.
ഇറാൻ എന്ന് പറയുന്നത് ആര്യൻ എന്ന് പറയുന്നതിന്റെ ഒന്നും കൂടി പിന്നോട്ട് വന്നിട്ടുള്ള ഒരു പദമാണ്. ഒരു കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന ദാരിയസ് തന്റെ ശിലാലിഖിതങ്ങളിൽ ഞാൻ ഒരു പേർഷ്യക്കാരനും ആര്യപുത്രനുമാണ് എന്ന് അഭിമാനത്തോടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ലാൻഡ് ഓഫ് ആര്യൻസ്, അങ്ങനെയാണിത് ഇറാനായി മാറുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുമ്പ് ഈ ആര്യ സംസ്കാരം രണ്ടും ഒരുപോലെ തന്നെയായിരുന്നു പോയിരുന്നത്. പിന്നെ ഒരു പുതിയ മതം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മതവും ഈ ആചാരവും തമ്മിലൊരു കലർപ്പ് വരും. നമ്മുടെ ഈ കേരളത്തിൽ അത്തരത്തിലൊരു കലർപ്പ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ മനസ്സിലാകുമായിരിക്കും. ഈ തെക്കൻ കേരളത്തിലൊക്കെ സാധാരണ പൊങ്കാല എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. പൊങ്കാല മുസ്ലിങ്ങൾ അതേ പൊങ്കാലയെ നേർച്ച എന്ന് പേരിട്ട് ആചരിക്കുന്നു. അതായത് ഹൈന്ദവ ഒരു വിഭാഗമാണ് പണ്ടിവിടെ ഉണ്ടായിരുന്നത്. ഹൈന്ദവ ആചാര വിശ്വാസങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് കുറെ ആൾക്കാരാണ് കൺവെർട്ട് ചെയ്ത് മുസ്ലിമായി മാറിയത്. പക്ഷെ മുസ്ലിമായിട്ട് അവർ മാറിയപ്പോഴും അവരുടെ ഹൈന്ദവ ആചാരങ്ങളെ വിടാൻ അവർ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ അതിലെ പൊങ്കാല, വയറ്റ് പൊങ്കാല എന്നത് അവിടെ വയറ്റ് നേർച്ചയായി മാറി. മറ്റെല്ലാ പൊങ്കാലകളും ഇവിടെ നേർച്ചയായി മാറി. ഇന്നും ആ പൊങ്കാലയും നേർച്ചയും ഇവിടെ ഉണ്ട്. മറ്റെല്ലാ വഴിപാടുകളും, ഓരോ വഴിപാടുകളും എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ദൈവത്തെ ഇങ്ങനെ ആരാധിക്കുന്നു, അവിടെ ദൈവത്തെ അങ്ങനെ ആരാധിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് കാണാൻ പറ്റും. ഇതേ സംവിധാനം തന്നെ അവിടെ പേർഷ്യക്കാരിൽ, ഈ പറഞ്ഞ ഇറാനികളിൽ ഇസ്ലാം കടന്നു വന്നപ്പോൾ അവർ ഷിയാക്കളായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് സാധാരണ മറ്റ് മുസ്ലിങ്ങളും വ്യത്യസ്തമായി അവർക്ക് ഒരല്പം എരിവും പുളിയും കുറിച്ച് കൂടുതലാണ്. അതായത് അവർ ചോര ചിന്താൻ അവർക്ക് യാതൊരു മടിയില്ല. ഇവിടെ നിന്നങ്ങോട്ട് പോയ വിഭാഗമല്ലേ, ഇത് നമ്മുടെ ആര്യന്മാരുടെ വകുപ്പാണല്ലോ അത്. അതുകൊണ്ട് തന്നെ ആ സ്വഭാവം അവർ കാണിക്കും. ആ സ്വഭാവം കാണിക്കുന്നത് കൊണ്ടാണ് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലൊക്കെ ഇങ്ങനെ കയറി അടിച്ചപ്പോ അവർ പള്ളിയിൽ ചുവന്ന കൊടി അങ്ങോട്ട് ഉയർത്തിയത്. അതിനർത്ഥം എന്താണ്? ഷിയാക്കളുടെ ആചാരങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ അവരുടെ വിശ്വാസത്തിന്റെ തീവ്രത കാണിക്കാൻ വേണ്ടിയിട്ട്, അതങ്ങോട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടി ശരീരം അടിച്ച് പൊട്ടിക്കുന്നവരാ, ചോര പൊടിക്കുന്നവരാണ് അവർ. അതായത് ചോര കളയേണ്ടവരെ പേടിപ്പിക്കാൻ പറ്റൂല. ഇപ്പോ പലരും പറയുന്നുണ്ടല്ലോ അയത്തുള്ള ഖൊമേനിയുടെ കഥ, അയാളെ കൊന്നു എന്നൊക്കെ ആവേശപൂർവ്വം ഇവിടുത്തെ രാജഭക്തരും അതുപോലെ മറ്റുള്ളവരും ദേശസ്നേഹികളെന്ന് ഘോഷിക്കുന്നവരൊക്കെ പറയും. എന്താണ് അതിന്റെ വാസ്തവം? ഈ അയത്തുള്ള ഖൊമേനി ഇതിനു മുമ്പ് ഒരു ട്രാൻസിസ്റ്റർ ബോംബ് വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ്. അന്ന് അദ്ദേഹത്തിന്റെ വലതുവശം വലിയ പരിക്ക് പറ്റി അദ്ദേഹത്തിന്റെ വലത് കൈ തളർന്നുപോയി. അതിനുശേഷം വലത് കൈക്ക് സ്വാധീനമില്ല, വെറുതെ തൂങ്ങിയാടുന്ന ഒരു കൈ മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അദ്ദേഹത്തിന്റെ ഇടത് കൈ ഉയർത്തിയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. അതിനുശേഷവും ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആലോചിച്ച് നോക്ക്, ഈ യുദ്ധം തുടങ്ങിയ ശേഷം ബങ്കറിൽ ഒളിച്ചില്ല. നെതന്യാഹു അടക്കമുള്ള ബാക്കിയുള്ളവർ മുഴുവൻ ബങ്കറിന്റെ ഉള്ളിലേക്കാണ് പോയത്. ഇസ്രായേൽ മുഴുവൻ ബങ്കർ ഉണ്ടാക്കി വെച്ചേക്കുക. അതേസമയം ഇറാനിൽ ഒരു ഒറ്റ ബങ്കർ ഉണ്ടാവില്ല. അവർക്ക് അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബങ്കർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നല്ലാതെ അവിടുത്തെ ജനങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ഒരൊറ്റ ബങ്കറില്ല. കാരണം അവർക്ക് ആർക്കും മരണത്തെ പേടിയില്ല. ആയത്തുള്ള ഖമേനിയും ബാക്കിയുള്ളവരും അവരുടെ ഓഫീസിലിരുന്ന്, ഈ യുദ്ധം നടക്കുമ്പോഴും ഇതെല്ലാം നടക്കുമ്പോഴും അവരുടെ ഓഫീസിലിരുന്ന് അവരുടെ നിത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഓഫീസ് വർക്കുകൾ ചെയ്തതിന്റെ ഇടയ്ക്കാണ് വന്ന് ഈ പറഞ്ഞ ബോംബും മിസൈലും ഒക്കെ വീണിട്ട് അവർ കൊല്ലപ്പെട്ടത്. വേണമെങ്കിൽ ബംഗറിലേക്ക് പോകാമായിരുന്നല്ലോ, അത് ചെയ്തില്ല. അതാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. അതായത് ഈ ആര്യ സംസ്കാരത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നവരാ അതേ ചൂടും ചുണയിൽ നിന്നുണ്ടായി ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. അതായത് ഇവിടെ ഈ തീവ്രത എത്രത്തോളം ഉണ്ടോ അതേ തീവ്രത തന്നെ അവിടെ ഉണ്ട്. കാര്യം രണ്ടിന്റെയും കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ഇത് മനസ്സിലാക്കാതെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂടെയും ഇസ്രായേലിന്റെ ബാക്കിയുള്ളവരുടെ കൂടെയൊക്കെ ഇവിടുത്തെ ആര്യന്മാരുടെ പിന്മുറക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ പിന്മുറക്കാരെന്ന് പറയുന്നത് ആര്യന്മാരാണ്. ഈ ആര്യന്മാരുടെ രണ്ട് ശാഖകളാണ് ഇറാനും ഇന്ത്യയിലുള്ള ആര്യന്മാരും എന്ന് നമ്മൾ മറന്നുപോവുകയാണ് മനഃപൂർവ്വം. Different angles. Don't forget to subscribe and support this channel.